ഇപ്പോൾ നമ്മളോടൊപ്പം റിട്ടയർഡ് മേജർ ജനറൽ ശ്രീ ഇന്ദ്രപാലൻ ചേരുന്നുണ്ട്. മേജർ, ഇന്നലെ ഇതേ നേരത്താണ് ഏറ്റവും ശാന്തമായിരിക്കുന്ന കശ്മീരിൽ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവുന്നത്. ഒരുപക്ഷെ ഒരു സാധാരണ ആക്രമണം, ഒരു ബോംബ് സ്ഫോടനമാണെങ്കിൽ പോലും നമ്മൾ അതിനെ ഒരു ആക്രമണത്തിൻ്റെ തീവ്രത അല്പം കുറവാണെന്നല്ല, പക്ഷേ അതിനോടൊക്കെ നമ്മുടെ മനസ്സ് പൊരുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എണ്ണിയെടുത്ത് തോക്കിൻ മുനയിൽ വെച്ച് വെടിവെച്ച് സ്വന്തം ഭാര്യയ്ക്കോ കുടുംബത്തിനോ മുന്നിൽ വെച്ച് വെടിവെച്ച് കൊല്ലുക എന്നത് ഏറ്റവും അങ്ങേയറ്റം ക്രൂരമായ ഒരു രീതിയാണ് ആക്രമണം നടത്താൻ. അങ്ങനെ ഒരു ആക്രമണം തെരഞ്ഞെടുത്ത ഒരു സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ 24 മണിക്കൂർ ആകുമ്പോഴേക്കും പുറത്തു വരുന്നുണ്ട്. അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? എന്താണ് ഇങ്ങനെ ഒരു ഹീനമായ ആക്രമണ രീതി തെരഞ്ഞെടുത്ത് ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നതിലൂടെ ഇവരെന്താണ് ലക്ഷ്യമിട്ടത്? ഫസ്റ്റ്ലി എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. My heartfelt condolences for all the families who have lost their dear ones, their beloved husbands, father, and all the relations. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊന്ന് വർപ്പിക്കും. കാരണം I'm reminded of what happened on October 7th, 2023. ഗാസ സ്ട്രിപ്പ് നടന്ന പോലെ അതിന്റെ ഒരു ട്രെയിലർ പോലെ ആയിരുന്നു what happened here. The only difference is അവര് നമ്മുടെ സ്ത്രീകളെയും കുട്ടികളെയും സ്പെയർ ചെയ്തു. ബട്ട് അവരുടെ മുന്നിൽ തന്നെ വെച്ചിട്ട് ഈ ഹീനിയസ് ആയിട്ട് ചെയ്ത ക്രൂരതയുടെ പോലെ ഒരു ടെറർ അറ്റാക്ക് ഈസ് അൺഹേർഡ് ഓഫ്. ഞാൻ കശ്മീരിൽ 1997-1996 സർവീസ് ചെയ്തിട്ടുണ്ട്. ഐ വാസ് ആക്ച്വലി ഡൂയിങ് കൗണ്ടർ ഇൻസൻസീവ് ഓപ്പറേഷൻസ്. അതേപോലെ 1990 കാർഗിൽ വാറിൽ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 2006 LCFNs ഉണ്ടാക്കുമ്പോൾ കുപ്വാരയിൽ ഐ വാസ് totally involved. അതേപോലെ in many similar situations one has been in part of Kashmir operations. In the history we have only seen attacks on security forces. We have seen attacks on local population, the local Kashmiri non-Muslim population mele, and some laborers mele attack aayittunde. Few sporadic incidents on tourists has happened. പക്ഷേ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഇൻ ദി ഹിസ്റ്ററി ഓഫ് കശ്മീർ ഒരു ക്രൂരത കാണിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ആക്ട് ചെയ്തത്. ഇറ്റ് ഈസ് അൺപാർഡനബിൾ. ബട്ട് ബിഫോർ ഐ സേ എനിത്തിങ്, ഐ ഹാഡ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി, ഐ വുഡ് സേ, ടു സ്പീക്ക് ടു ആരതി. നമ്മുടെ പ്രിയപ്പെട്ട രാജേന്ദ്രന്റെ മകളുടെ ആർത്തിയോട് ഞാൻ സംസാരിച്ചു. അവർ നമ്പർ എനിക്ക് കിട്ടി. ദേ വാണ്ടഡ് സം അസിസ്റ്റൻസ്. വെൻ ഐ സ്പോക്ക് ടു ഹർ, I felt so proud of her. First thing she said is Jai Hind. And she took my heartfelt condolences. She told me what happened to her father. And her voice was of strength and bravery of how to now our family engine munnottu kondu aa oru strength undayidu voice la she said, sir, if anything I need, I will come back to you. Jai Hind. Aa Jai Hind kettappo enke manasil orubaadu oru proud thonu. And that is something, the strength of India. The India women dialum, the kuttil dialum, the makkal dialum, the strength of India. You have the biggest loss, but we want to stand together as Indians. We want to stand together as India. We want to fight this terror. Is her voice and her expression, sir. Adine I need to really salute her for the way she, and with this much time later, just in one day she managed to take care of control of herself, because she knows now she has to handle the situation. So അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആ സമയം, ആ രീതി, അതൊക്കെ എടുക്കുമ്പോൾ ഇപ്പം നമുക്കറിയാം കശ്മീർ കുറേ കാലത്തെ അസ്ഥിരത, വളരെ ഇൻസ്റ്റേബിളായ കണ്ടീഷൻസ് ഒക്കെ പിന്നിട്ട് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് കഴിഞ്ഞ ഒരു വർഷം മാത്രം ഏതാണ്ട് 2.35 crores of people അവിടെ വിസിറ്റ് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. അവരുടെ ജീവിതം സാധാരണ നിലയിലേക്ക് വരുന്നു. അവരെല്ലാം സമാധാനത്തിലാണ്. അപ്പോൾ അവിടേക്ക് ആളുകൾ വരരുത്, അവരുടെ ഉപജീവനം തടയണം, അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിലേക്ക് ലോകം മുഴുവൻ ഉറ്റുനോക്കി ഇതാണ് നിങ്ങൾക്ക് മുന്നിൽ വരാനിരിക്കുന്നത് എന്നൊരു വളരെ ക്രൂരമായ മെസ്സേജ് കൊടുക്കണമെന്ന് അവർക്ക് ലക്ഷ്യമുണ്ടായിരുന്നു. അതെത്രത്തോളം പ്രധാനപ്പെട്ടതാണ് അങ്ങനെ ഒരു മെസ്സേജ്? താങ്കൾ പറഞ്ഞതുപോലെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല ചരിത്രത്തിൽ ഇങ്ങനെ ആളുകളെ തെരഞ്ഞ് നിങ്ങൾ ആരാണ്, എന്താണ് ഐഡന്റിറ്റി ചോദിച്ചൊക്കെ
കൊലപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് അത് ആരതി ഉൾപ്പെടെയുള്ളവർ കേട്ട് നിന്നിട്ടുണ്ടാവും. അത് ആലോചിക്കുമ്പോൾ പോലും നമുക്ക് ഞെട്ടലാണ്. അങ്ങനെ ഈ ഒരു സമയം JD വാൻസ് ഇന്ത്യയിലുണ്ട്, പ്രധാനമന്ത്രി സൗദിയിലേക്ക് പോയിരിക്കുന്നു. അങ്ങനെ ഒരു ഇന്റർനാഷണൽ അറ്റൻഷൻ ഇന്ത്യയിലേക്കും കശ്മീരിലേക്കും വരുന്നൊരു സമയം. Yes, this is absolutely right. കാരണം അവർക്ക് they cannot digest the fact that കശ്മീരിൽ ഒരു പീസ് വരുന്നുണ്ട്, കശ്മീർ is returning to normalcy, കശ്മീർ is prospering. അത് അവർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ റീസൺസ് ആർ ബോത്ത് ലോക്കലൈസ്ഡ് ആൻഡ് സ്ട്രാറ്റജിക്. ലോക്കലൈസ് ആയ എന്താണ്, ഇഫ് പ്രോസ്പെരിറ്റി കംസ് അവർക്ക് അവിടെ ലോക്കൽ സപ്പോർട്ട് കുറയും, ഓൾറെഡി കുറഞ്ഞിട്ടുണ്ട്. ഈവൻ ഇൻ ദിസ് അറ്റാക്ക് ദി സപ്പോർട്ട് വുഡ് ഹാവ് ബീൻ വെരി വെരി ലിമിറ്റഡ്. And അതിന്റെ reaction, what you see, entire Kashmir is shut down. Every single Kashmiri is supporting the shutdown, the Bandh. അപ്പോൾ അതിന്റെ അർത്ഥം this is not happened in the past. Yeah. I've served in this area. So local support ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അത് റിവൈവ് ചെയ്യാനായിട്ട് is one local action they have tried. Second, കശ്മീരിൽ പീസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് POKയിൽ ഉണ്ടാവും. POK, if it goes the terrible way, the way it is right now, അവരുടെ ജനങ്ങള് they will protest against Pakistan's high-handedness, against Pakistan's occupation, because അവര് കശ്മീരീസിനെ കണ്ടിട്ട് they will also want peace, they will also want prosperity, which is not possible there as long as they are under the rule of Pakistan. അപ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് പാകിസ്ഥാൻ ഉണ്ടാവും, POK ഉണ്ടാവും. So they cannot allow peace to come to Kashmir. That is the second reason. But that alone is not enough. അത് ചെയ്യണമെങ്കിൽ they didn't have to attack tourists. ടൂറിസ്റ്റിനെ വിട്ടിട്ട് what they used to do in the past of attacking military personnel, of attacking local population, of attacking some laborers, that could have continued. But why tourists? Innocent tourists. And the way it is done, our message is much bigger than the last two messages I spoke of. Because if you see, our tourist പോർക്കുന്നത്, if you see from where they are, അവർ ഇന്ത്യയുടെ ഒരു 15-16 രാജ്യത്തു നിന്നാണ്. They are representing India there in a different way. They are representing the growing tourism. They are representing India's strength. They are representing India's growing importance in the community of nations. അതെല്ലാം അവർ represent ചെയ്യുന്നുണ്ട്, knowingly, unknowingly. That message which is going to the world, whether it is to United States, whether it is United Nations, whether it is to Europe, our message that is going that India is becoming stronger, India's Kashmir is prospering, our strategic message to destroy that message, this they have done, and it is an attack on the people of India. It is not only attack against Kashmir. Is my personal take on this. People may differ, but the fact that almost 16 states tourists are involved, every one of us must think that as India we have to be together and we have to fight this terrorism together. Because terrorism, they have no religion. Their only religion is terrorism. They have no state. They have no location except the people who support them. So we have to stand together, fight together, and be together as Indians. The way Aarti said, we have to keep India high. And regarding this TRF, the Resistance Front എന്ന് പറയുന്ന ഒരു സംഘടന, നമ്മൾ കേട്ടിട്ടുണ്ട് നേരത്തെ ഈ തീർത്ഥാടനത്തിന് പോയ സംഘത്തെ ആക്രമിച്ച കേസിലൊക്കെ ഇവരുടെ പേരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സംഘം വളരെ പെട്ടെന്ന് പഹൽഗാം പോലൊരു മേഖലയിൽ വന്ന അങ്ങനെ വെറുതെ ആക്രമണം, അതും AK-47 ആണ് ഉപയോഗിച്ചത് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ കൃത്യമായ ഇതിന്റെ റൂട്ട്സ് ചെന്ന് നിൽക്കുന്നത് പാകിസ്ഥാനിലേക്കും ലഷ്കർ ഇ തൈബയിലേക്കും ഒക്കെ തന്നെയാണ്. അപ്പോൾ അവർ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം അവർ ശക്തമായി വീണ്ടും തിരിച്ചു വരാനും വേരാഴ്ത്തി ഇവിടുത്തെ ഒരു അസ്ഥിരത ഉണ്ടാക്കാനും ശ്രമിക്കുന്നു എന്നാണോ ഈ ഒരു സംഘടനയെ പറ്റി പറയുമ്പോൾ പറയേണ്ടത്? ഇതൊരു, as you rightly said, isn't it? This type of attack is first time ever, and I personally feel it's just the beginning. കാരണം അവരുടെ desperation ആണ് ഇത്. അവരുടെ so many years of attempt to spoil the peace in Kashmir, to bring it back to Kashmir, to take Kashmir away from India, it is not succeeding. അപ്പോൾ when normal action of militancy is not succeeding, അവർ പുതിയ ഒരു strategy മാറ്റി, പുതിയ tactics പോയി, now to attack the population. So, to my mind, we should not let this pass. We must respond the way we have seen strong nations like Israel respond.
We must respond firmly so that India is not seen as a weak state and ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് റിപ്പീറ്റ് ആവാൻ ചാൻസേ കൊടുക്കല്ല. Because Kashmir, if you allow this to happen in Kashmir, it can happen in any state. And that is not acceptable to the people of India. So we have to respond, stand together. Either just if we don't take appropriate measures, they will get emboldened. അവരുടെ ശക്തി they will become. ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട് സർ. വളരെ പെട്ടെന്ന് അങ്ങയിലേക്ക് മടങ്ങിയെത്താമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു മേഖലയിലേക്ക് ഇതുപോലെയുള്ള തീവ്രവാദ ശക്തികൾ വീണ്ടും തിരിച്ചു വരുന്നത് അത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. അതിനെ കൃത്യമായി തന്നെ തിരിച്ചു മറുപടി നൽകിയില്ലെങ്കിൽ അത് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് വേണമെങ്കിൽ സംഭവിക്കാമെന്നുള്ള ആ ഒരു മുന്നറിയിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെയാണ് രാജ്യം ഈ ആക്രമണത്തെ കാണുന്നത്. അതിന് കൃത്യമായൊരു തിരിച്ചടി രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. ഈ കശ്മീരിൻ്റെ ഈ മേഖലയിലൊക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കൂടിയാണ് ഈ ആക്രമണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇന്നലെ ഏതാണ്ട് ഈ സമയത്ത് 1:30 പെഹൽഗാമിലെ ബൈസാരൺ വാലിയിൽ ഇങ്ങനെയൊരു ഹീനമായ ആക്രമണം നടന്നത്. 28 പേർ, അതിൽ ഒരു സ്ത്രീയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്, ബാക്കിയെല്ലാം പുരുഷന്മാരായിരുന്നു. അദ്ദേഹം തിരിച്ച് ലൈനിലെത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സർ, ഒരു ചെറിയ സാങ്കേതിക തടസ്സം ഉണ്ടായതാണ്. ഇനി അടുത്തത് എങ്ങനെയാണ് നമ്മൾ ഇതിന് മറുപടി പറയേണ്ടത്? അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ഒരു രാജ്യം എന്ന നിലയ്ക്ക് നമ്മുടെ ഇൻറ്റഗ്രിറ്റിയെ ഉയർത്തിപ്പിടിക്കുന്നതാവണം. ആ പ്രദേശത്തെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് ആത്മവിശ്വാസം നൽകുന്നതാവണം. അപ്പോൾ ആ രീതിയിലുള്ളൊരു പ്രതികരണം രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? യെസ്, നമ്മൾ ആസ് എ നമ്മുടെ ഗ്രാമം, നമ്മുടെ നാട്, നമ്മുടെ വീട്, നമ്മുടെ രാജ്യം, നമ്മുടെ കമ്മ്യൂണിറ്റി എന്താണെന്ന് അതെല്ലാം വിട്ടിട്ട് വി ആർ ടുഗദർ ആസ് എ നേഷൻ, ആസ് ഇന്ത്യ, ആസ് ഭാരത്, ആസ് ഹിന്ദുസ്ഥാൻ, എന്തായാലും വി ആർ ടുഗദർ ആസ് എ നേഷൻ. ദാറ്റ് ഈസ് ദി ഫ്രണ്ട് നമ്മൾ ഫസ്റ്റ് തിങ് പ്രൊജക്ട് ചെയ്യേണ്ടത്. അത് ചെയ്താലേ ദി ഓപ്പോസിഷൻ, ദി അഡ്വേഴ്സറീസ്, ദി എനിമീസ് ഓഫ് ദിസ് കൺട്രി will feel weak. If you start dividing ourselves on different lines, they will get stronger. That is the first response, to stand together as a nation. Second response is, of course, the response from government in the side, to deploy the security forces, to deploy the international community, to harness the efforts of international community. Already they are standing with us. Every single nation has our reaction, including China has condemned it very, very strongly. If any nation has not condemned, it is Pakistan. So the whole world is with us. Idine oru situation ne, the kind of emotion they have for India, the kind of support they have for India, adine correct kondu poite we have to respond in a manner that ingante oru situation varam paatilla. We have to completely destroy any such action like this from any quarters. അത് ഡെഫിനറ്റ്ലി ചെയ്യണം. നമ്മളിപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാൻ must use every single നമ്മൾ ഇന്നൊരു പ്രതികരണം വന്നിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഏത് തരം ഭീകരതയും എതിർക്കുന്നവരാണ്, ഞങ്ങൾക്ക് ഈ ആക്രമണത്തിൽ യാതൊരു പങ്കുമില്ല എന്നൊക്കെയുള്ള സ്ഥിരം വാചകങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഒരു 4-5 ദിവസത്തിന് മുൻപാണ് പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസിം മുനീറിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രസ്താവന ഉണ്ടായത്. വളരെ പ്രകോപനപരമായ ഒരു പ്രസ്താവന. കശ്മീർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ജൂഗുലർ വെയിൻ ആണ് എന്ന തരത്തിലൊരു പ്രസ്താവന ഉണ്ടാകുന്നു. ജാഫർ എക്സ്പ്രസ് അന്ന് തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം ഉണ്ടാകുന്നു. അന്നത്തെ ഈ ബലൂചിസ്ഥാനിൽ ഉണ്ടായ ട്രെയിൻ തട്ടിക്കൊണ്ടുപോകലും ഒക്കെയായി ഏതെങ്കിലും തരത്തിൽ ഈ ആക്രമണത്തിന് ബന്ധമുണ്ടെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അതിന് ഡയറക്റ്റായി ബന്ധമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബലൂചിസ്ഥാൻ ഇത് ഡിഫറെന്റ് ബോൾ ഗെയിം ഓൾട്ടുഗദർ. ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നടക്കുന്ന ഒരു പ്രോബ്ലമാണ്. ബലൂചിസ്ഥാൻ ഈസ് വാണ്ട് ഫ്രീഡം, ബലൂചിസ്ഥാൻ ഈസ് വാണ്ട് ഇൻഡിപെൻഡൻസ്. കാരണം they have lived through suppression for many years. അവർക്ക് തന്നെ പാകിസ്ഥാൻ has been treating them as second-rate citizens. അവരെ prosperous
ഒരു സ്റ്റേറ്റിനെ അവരുടെ കൊമേഴ്ഷ്യൽ സ്ട്രെങ്സിനെ അസറ്റ്സിനെ ഉപയോഗിച്ചിട്ടാണ് പാകിസ്ഥാൻ ഗ്രോ ആവുന്നത്. സോ ആൻഡ് ദേ ആർ ബീങ് സപ്രസ്ഡ്. സോ അവരുടെ ആക്ഷൻ അഗേൻസ്റ്റ് പാകിസ്ഥാനി ഗവൺമെന്റ് അഗേൻസ്റ്റ് പാകിസ്ഥാൻ ഇസ് എ വെരി ഡിഫറെന്റ് മാറ്റർ ഓൾ ടുഗദർ. അതിനെ കണക്ട് ചെയ്യുക പറഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് എ ഫെയർ കണക്ഷൻ. ബട്ട് ബിക്കോസ് ഒരു കണക്ഷൻ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, പാകിസ്ഥാന്റെ അകത്ത് ഇത് നടക്കുന്നതിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് they have done something here, similar diversionary tactics. അങ്ങനെ ഒരു കണക്ഷൻ ഡെഫിനറ്റ്ലി നമുക്ക് ആക്കാൻ പറ്റും. ഈ പാക് ആർമി ചീഫിന്റെ ഈ പ്രസ്താവന ഒരുപക്ഷെ ഒരു ഹിന്ദുക്കളും മുസ്ലിങ്ങളും അവരെ വ്യത്യസ്തമായാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ തരത്തിലുള്ളത് ഒരു 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 പ്രകോപനമായി വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു 4 ദിവസം മുൻപ് അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടാകുന്നു, അതിന് തൊട്ടു പിന്നാലെ ഇങ്ങനെ ഒരു ആക്രമണം നടക്കുന്നു എന്നതിനെ വേണമെങ്കിൽ നമുക്ക് ഒരു പ്രൊവോക്കേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ കണക്കാക്കാം അല്ലേ? യെസ്, ഡെഫിനറ്റ്ലി അതിന് പ്രൊവോക്കേഷൻ തന്നെ ഉണ്ട്. And that has been what they have done in the past. That's what they will do in future. It is a provocative statement. അതിന്റെ കൂടെ ഇത് നടന്നപ്പോ there is some linkage between his statement and what happened here. ഒരു ലിങ്കേജ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. വളരെ നന്ദി റിട്ടയർ മേജർ ജനറൽ ഇന്ദ്രപാലൻ ഞങ്ങളോട് ഇത്ര വിശദമായി സംസാരിച്ചതിന്. അവിടെ സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ്, ആ പ്രദേശം നന്നായി അറിയാവുന്ന ആളാണ്, കശ്മീരിനെ കുറിച്ച് നല്ലവണ്ണം അറിയുന്ന ആളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്ര വിശദമായി കാര്യങ്ങൾ സംസാരിച്ചത്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ്. ഈ തൽക്കാലം നമ്മളിപ്പോൾ പകൽ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഈ ദിവസം മുഴുവൻ നമ്മൾ പിന്തുടർന്നത് ന്യൂസ് 18 നെറ്റ്വർക്കിൻ്റെ വിപുലമായ സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ വാർത്തയെ തന്നെയാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. സ്പോട്ട് ലൈവ് പകൽ വാർത്ത പൂർണ്ണമാകുമ്പോൾ സ്പോട്ട് ലൈവാണ്. സ്പോട്ട് ലൈവിലും നമ്മൾ വിശദമായി തന്നെ ഇതിൻ്റെ വിവിധ വശങ്ങൾ പരിശോധിക്കും. എന്താണ് പെഹൽഗാമിൽ സംഭവിച്ചത്, എന്താണ് ഇനി അതിൻ്റെ തുടർച്ചയായി സംഭവിക്കാൻ പോകുന്നത് എന്നത് തന്നെ നമുക്ക് തുടർന്ന് കാണാം.